1981 മെയ് 15 ന്യൂയോർക്കിലെ ഹൈ സെക്യൂരിറ്റി പ്രിസണായ ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫെസിലിറ്റിയിൽ നിന്നും ഒരു വനിതാ പ്രിസൺ ഗാർഡിനെ ഡ്യൂട്ടിക്കിടയിൽ കാണാതാവുന്നു. 31 വയസ്സുള്ള ഡോണ പേയാണ്ടിനെയാണ് കാണാതായത്. അമേരിക്കയിലെ തന്നെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫെസിലിറ്റി. അതിനാൽ തന്നെ 100-ലധികം പ്രിസൺ ഗാർഡ്സ് ആ ജയിലിൽ ഡ്യൂട്ടിക്കുണ്ടാവും. അവിടെ നിന്നുമാണ് ഒരു വനിതാ ജീവനക്കാരിയെ കാണാതായത്. ഡോണ ജയിലിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതോടെ 100ഓളം പ്രിസൺ ഗാർഡ്സ് ചേർന്ന് ആ ജയിൽ മുഴുവൻ അരിച്ചുപെറുക്കി. ലൈംഗിക കുറ്റവാളികളായ തടവുകാരുടെ സെല്ലുകളിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിട്ടും ഡോണയെ കണ്ടെത്താനായില്ല. എന്നാൽ അടുത്ത ദിവസം അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തു നിന്നും ഡോണയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. ഡ്യൂട്ടിക്കിടയിൽ എന്താണ് ഡോണയ്ക്ക് സംഭവിച്ചത്? ആരായിരുന്നു അവരുടെ കില്ലർ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ന്യൂയോർക്കിലെ ഡച്ചസ് കൗണ്ടിയിലുള്ള സ്റ്റോംവിൽ എന്ന സ്ഥലത്താണ് ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത്. 1949 സ്ഥാപിക്കപ്പെട്ട ഈ ജയിലിൽ 2170 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അമേരിക്കയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിലൊന്നായാണ് ഗ്രീൻ ഹെവൻ അറിയപ്പെടുന്നത്. 1980കളിൽ 1000-ലധികം തടവുകാരുണ്ടായിരുന്ന ഈ ജയിലിൽ 500-ൽ കൂടുതൽ ആളുകൾ മർഡർ കേസ് പ്രതികളാണ്. എല്ലാവരും കൊടും ക്രിമിനലുകൾ. അതുകൊണ്ട് തന്നെ പ്രിസൺ ഗാർഡ്സായി ആണുങ്ങൾ മാത്രമേ ആ ജയിലിൽ ജോലി ചെയ്തിരുന്നുള്ളൂ. 1981 ഇതിന് മാറ്റം വന്നത്. വനിതാ ജീവനക്കാരെയും ഈ ജയിലിലേക്ക് നിയമിക്കാൻ തുടങ്ങി. 100-ലധികം ജയിൽ ജീവനക്കാരുണ്ടായിരുന്ന ഗ്രീൻ ഹെവനിലെ 50ഓളം ജീവനക്കാർക്ക് സ്ഥലം മാറ്റം നൽകിക്കൊണ്ട് പുതിയ 50 പേരെ നിയമിച്ചപ്പോൾ അതിൽ കുറച്ചുപേർ സ്ത്രീകളായിരുന്നു. അതിലൊരാളായിരുന്നു 31 വയസ്സുള്ള ഡോണ പേയാണ്ട്. ശക്തമായ നീതിബോധവും നിശ്ചയദാർഢ്യവുമുള്ള ഒരു സ്ട്രോങ് ലേഡിയായാണ് ഡോണയെ സഹപ്രവർത്തകർ വിശേഷിപ്പിച്ചിരുന്നത്. ഡോണയ്ക്ക് 3 കുട്ടികളാണുള്ളത്. ഡോണയുടെ ഹസ്ബൻഡും ഒരു പ്രിസൺ ഓഫീസറാണ്. എന്നാൽ അദ്ദേഹം മറ്റൊരു ജയിലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇരുവരുടെയും ജോലിയുടെ സ്വഭാവ രീതികൾ വെച്ച് മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും അവർക്ക് സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത പുലർത്താൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഡോണ പേയാണ്ട് ജോലിയിൽ പ്രവേശിച്ച സമയത്ത് അവർക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് അക്കാദമിയിൽ വെച്ച് ഒരു ഇൻസ്ട്രക്ടർ ഡോണയുടെ റൂമിലേക്ക് അനുമതിയില്ലാതെ കയറി വരികയും അവരോട് മോശമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇൻസ്ട്രക്ടർ സെക്ഷലി ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞ് ഡോണ കേസ് കൊടുത്തു. എന്നാൽ പിന്നീട് എന്തുകൊണ്ടാണെന്നറിയില്ല ഡോണ ആ കേസ് പിൻവലിക്കാൻ നിർബന്ധിതയായി. ട്രെയിനിങ്ങിന് ശേഷം ഡോണയ്ക്ക് മറ്റൊരു ജയിലിലാണ് നിയമനം ലഭിച്ചതെങ്കിലും പെട്ടെന്ന് തന്നെ ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയായിരുന്നു ആ നിയമനം. എന്നാൽ ഏത് ജയിലിലാണെങ്കിലും തന്റെ ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യുമെന്ന ചിന്താഗതിക്കാരിയായ ഡോണ അതൊന്നും കാര്യമാക്കിയെടുത്തതേയില്ല. അങ്ങനെ 1981 മെയ് 15 കൃത്യസമയത്ത് തന്നെ ഡോണ ജോലിക്കെത്തി. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഷിഫ്റ്റിലാണ് അന്ന് ഡോണ വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവൾ ജോലിക്കെത്തി 1 മണിക്കൂർ കഴിഞ്ഞു കാണും. ഡോണയും അവളുടെ കൊളീഗ്സും ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഡോണയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അജ്ഞാതനായൊരു വ്യക്തിയാണ് വിളിച്ചത്. ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ ഡോണ അസ്വസ്ഥയാവുന്നത് കൂടെയുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് കോൾ ഡിസ്കണക്ട് ചെയ്ത ഡോണ കൂടെയുള്ളവരോട് വ്യക്തമായൊരു മറുപടിയും പറയാതെ അവിടെ നിന്നും പോയി. വല്ല ഫാമിലി ഇഷ്യൂസുമായിരിക്കുമെന്ന് കരുതി ആരും അത് കാര്യമാക്കിയെടുത്തില്ല. കൃത്യം 5 മണിക്കൂർ കഴിഞ്ഞ് രാത്രി 7 മണിയോടെ പ്രിസൺ ഗാർഡ്സിന്റെ റോൾ കോൾ തുടങ്ങി. എന്നാൽ ഡോണ പേയാണ്ട് മാത്രം റോൾ കോളിൽ പങ്കെടുത്തില്ല. ഇതോടെയാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് അസ്വസ്ഥയായ ഡോണ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിച്ചത്. ഇതോടെ ഡോണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ഡോണ ജയിൽ കോമ്പൗണ്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല. കാരണം അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലാണത്. ജീവനക്കാരാണെങ്കിൽ പോലും പ്രിസൺ ഗാർഡ്സിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പുറത്തു കടക്കാൻ കഴിയില്ല. ഇതോടെ എല്ലാ തടവുകാരെയും സെല്ലിനകത്തിട്ട് പൂട്ടിയതിനു ശേഷം 100ഓളം പ്രിസൺ ഗാർഡ്സ് ചേർന്ന് ഡോണയെ തിരയാൻ തുടങ്ങി. ജയിൽ കെട്ടിടത്തിന്റെ മുക്കും മൂലയും അവർ അരിച്ചുപെറുക്കി. എന്നാൽ ഒരു സ്ഥലത്ത് പോലും ഡോണയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരവധി ലൈംഗിക കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണത്. അതിനാൽ അവരുടെയെല്ലാം സെല്ലുകളിലും പരിശോധന നടത്തി. ഒരു ഫലവും ഉണ്ടായില്ല. ആ ദിവസം അങ്ങനെ കടന്നുപോയി.
അടുത്ത ദിവസം, അതായത് മെയ് 16-ന് ജയിൽ അതോറിറ്റീസിനെ ഞെട്ടിച്ചുകൊണ്ട് ലോക്കൽ പോലീസിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. ആ ജയിലിൽ നിന്നും കുറച്ചു ദൂരം മാറിയുള്ള ലാൻഡ് ഫില്ലിൽ, അതായത് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ജയിൽ ഗാർഡിന്റെ യൂണിഫോം ധരിച്ച ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഈ വാർത്ത കേട്ടയുടനെ ജയിൽ അതോറിറ്റീസ് ആ ലാൻഡ് ഫില്ലിലെത്തി. നോക്കുമ്പോൾ വലിയൊരു ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി വേസ്റ്റുകൾക്കിടയിൽ കിടക്കുന്നു. ദേഹം മുഴുവൻ അതിമാരകമായ പരുക്കുകളുള്ള ആ സ്ത്രീ ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫെസിലിറ്റിയിലെ പ്രിസൺ ഗാർഡായ ഡോണ പേയാണ്ട് തന്നെയാണെന്ന് ജയിൽ അതോറിറ്റീസ് കൺഫേം ചെയ്തു. നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് ഉറപ്പായതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോണയുടെ ഫാമിലി ഈ വാർത്തയറിഞ്ഞതിനു ശേഷം വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. കാരണം ഡോണ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ജയിൽ അതോറിറ്റീസ് പുറത്തുവിട്ടിരുന്നില്ല. തലേ ദിവസം രാത്രി ഡോണയുടെ വീട്ടിൽ നിന്നും ജയിലിലേക്ക് കോൾ വന്നപ്പോഴും അവർ ആ കാര്യം മറച്ചുവെച്ചു. എന്തിന് പോലീസിൽ പോലും വിവരമറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ഡ്യൂട്ടിയിലിരിക്കെ ഒരു വനിതാ ജയിൽ ജീവനക്കാരി കൊല ചെയ്യപ്പെടുന്നത് അമേരിക്കയിലെ ആദ്യത്തെ സംഭവമാണ്. അതിനാൽ തന്നെ ഈ കേസ് വലിയ വാർത്താ പ്രാധാന്യം നേടി. പോലീസ് കില്ലറിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം കഴുത്തിഞ്ഞരിച്ചാണ് കില്ലർ ഡോണയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പാടുകൾ അവളുടെ കഴുത്തിൽ വ്യക്തമായി കാണാം. കൊലപാതകത്തിന് മുന്നായി ഡോണ ലൈംഗിക പീഡനത്തിനും ഇരയായിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം കില്ലർ ഡെഡ് ബോഡി ഒരു ഗാർബേജ് ബാഗിലാക്കി ജയിലിനകത്തെ ട്രാഷ് ക്യാനിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ജയിലിലെത്തിയ ഗാർബേജ് ട്രക്ക് ആ വേസ്റ്റ് മുഴുവൻ കളക്ട് ചെയ്ത് ലാൻഡ് ഫില്ലിലെത്തിച്ചു. പിന്നീട് ആ വേസ്റ്റിന്റെ മുകളിലൂടെ ലാൻഡ് ഫില്ലിലെ ബുൾഡോസറുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇതോടെയാണ് ഗാർബേജ് ബാഗിനകത്ത് നിന്നും ഡെഡ് ബോഡി പുറത്തു കാണാൻ തുടങ്ങിയതും അത് അവിടെയുള്ള ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതും. ബുൾഡോസറുകൾ കയറി ഇറങ്ങിയതുകൊണ്ട് തന്നെ ഡോണിയുടെ ശരീരത്തിലെ എല്ലുകളെല്ലാം പൊട്ടിയ നിലയിലായിരുന്നു. അതുമാത്രമല്ല, ഡെഡ് ബോഡി വേസ്റ്റുകൾക്കിടയിലാണ് കിടന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മിക്ക ഫോറൻസിക് എവിഡൻസുകളും നശിച്ചുപോയ അവസ്ഥയിലായിരുന്നു. എന്നിരുന്നാലും പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പാണ്: ഡോണയുടെ കില്ലർ ജയിലിനകത്തുള്ള ഒരാളാണ്. അത് ജയിൽ ജീവനക്കാരനാണോ ജയിലിലെ തടവുകാരനാണോ എന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. ഒരു വനിതാ പ്രിസൺ ഗാർഡിനെ ആരും കാണാതെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി ഗാർബേജ് ബാഗിലാക്കി ട്രാഷ് ക്യാനിൽ ഉപേക്ഷിക്കാൻ ഒരു തടവുകാരന് കഴിയുമെന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനാൽ ഡോണയുടെ സഹപ്രവർത്തകരെയാണ് പോലീസ് പ്രധാനമായും സംശയിച്ചത്. അവർക്ക് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കുകയുള്ളൂ. അതിനാൽ ഡോണയോട് ശത്രുതയുള്ള ഏതെങ്കിലും ജീവനക്കാർ ആ ജയിലിലുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു. ഈ രീതിയിൽ നടത്തിയ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിച്ചു. ഈ കൊലപാതകം നടക്കുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപ് ഡോണ ഒരു മെയിൽ ഗാർഡുമായി രൂക്ഷമായ വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നുവെന്നും ആ സംഭവത്തിന് ശേഷം ഡോണ വല്ലാതെ ഡിസ്റ്റർബ് ആയിരുന്നു എന്നുമാണ് പോലീസുകാർക്ക് വിവരം ലഭിച്ചത്. ആ മെയിൽ ഗാർഡിനെ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്നാണ് അയാൾ പറഞ്ഞത്. ഇതോടെ പോലീസ് ആ ജയിലിലെ എല്ലാ ജീവനക്കാരുടെയും മൊഴിയെടുത്തു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പുതുതായി നിയമിക്കപ്പെട്ട പ്രിസൺ ഗാർഡ്സ് ആണ് ഈ വിവരങ്ങൾ തുറന്നു പറഞ്ഞത്. അതായത് ഗ്രീൻ ഹെവനിലെ സീനിയർ പ്രിസൺ ഗാർഡ്സ് ജയിലിലെ തടവുകാരുമായി ചേർന്ന് പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടത്തിയിരുന്നു. തടവുകാർക്ക് ആവശ്യമായ ഡ്രഗ്സ് എത്തിച്ചു നൽകി അതിൽ പലരും ധാരാളം പണം സമ്പാദിച്ചിരുന്നു. ഈ ക്രിമിനൽസിന് വേണ്ടി പുറത്തുനിന്നും പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് വരെ എത്തിച്ചു നൽകാറുണ്ട് എന്നുള്ള വിവരം പോലീസുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ഈ ജയിലിലെ 50ഓളം ജീവനക്കാരെ സ്ഥലം മാറ്റിക്കൊണ്ട് പുതിയ സ്റ്റാഫുകളെ നിയമിച്ചത്. ഡോണ പേയാണ്ട് ഉൾപ്പെടെയുള്ള പുതിയ പ്രിസൺ ഗാർഡ്സിൽ ചിലർ ഇത്തരം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് കൂട്ടുനിന്നിരുന്നില്ല. അതിന്റെ ദേഷ്യം സീനിയർ സ്റ്റാഫുകൾക്കുണ്ടായിരുന്നു. ജയിലിനകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ ഡോണ പുറത്തു പറയുമോ എന്നും അവർ പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിസൺ ഗാർഡ്സ് തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസുകാർക്കും സംശയമായി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനർ കില്ലറിനെതിരായ നിർണായകമായൊരു തെളിവ് കണ്ടെത്തിയിരുന്നു. കില്ലറിന്റെ ബൈറ്റ് മാർക്കായിരുന്നു അത്. ലാൻഡ് ഫില്ലിലെ ബുൾഡോസറുകൾ കയറിയിറങ്ങിയതിനെ തുടർന്ന് ഡെഡ് ബോഡിയിൽ കാര്യമായ ക്ഷതങ്ങളേറ്റിരുന്നുവെങ്കിലും ഡോണയുടെ ബ്രസ്റ്റിലെ ആ ബൈറ്റ് മാർക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഈ കൊലപാതകത്തിന് മുൻപ് പ്രതി ഡോണയെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നും കൊലപാതകം നടത്തിയിട്ടുള്ള രീതികൾ വെച്ച് ഇത് ഇയാളുടെ ആദ്യത്തെ കൊലപാതകമല്ല എന്നും വ്യക്തമാണ്. അതിനാൽ കില്ലർ ഒരു തടവുകാരനായിരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഇതോടെ പോലീസ് ഡെഡ് ബോഡിയിലെ ബൈറ്റ് മാർക്സിന്റെ പല ആംഗിളുകളിൽ നിന്നുമുള്ള ഫോട്ടോകൾ എടുത്ത് അത് ഫോറൻസിക് ഓഡന്റോളജിസ്റ്റായ ഡോക്ടർ ലോവൽ ലെവീന് കൈമാറി. ആ ബൈറ്റ് മാർക്ക് പരിശോധിച്ച ലോവൽ ലെവീൻ ആദ്യമൊന്ന് സ്തംഭിച്ചു നിന്നു.
കാരണം വെറും 4 ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഫോറൻസിക് സ്റ്റുഡൻസിന് ഇതേ പാറ്റേണിലുള്ള ഒരു ബൈറ്റ് മാർക്കിനെ കുറിച്ച് ക്ലാസ് എടുത്തത്. 4 വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കിൽ വെച്ച് 30 വയസ്സുള്ള മേരി ലീ വിൽസൺ എന്നൊരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടിരുന്നു. അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ശേഷം കഴുത്തിഞ്ഞെരിച്ചാണ് കില്ലർ മേരിയെ കൊലപ്പെടുത്തിയത്. മേരിയുടെ ശരീരത്തിലെ കില്ലറിന്റെ ബൈറ്റ് മാർക്ക് വെച്ചാണ് പോലീസ് ആ കേസ് തെളിയിച്ചത്. ഫോറൻസിക് ഓഡന്റോളജിസ്റ്റായ ഡോക്ടർ ലോവൽ ലെവീനാണ് അന്നും കേസ് തെളിയിക്കുന്നതിൽ പോലീസിനെ സഹായിച്ചത്. ഈ കേസിനെ കുറിച്ചാണ് അദ്ദേഹം ഫോറൻസിക് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തതും. പ്രിസൺ ഗാർഡായ ഡോണ പേയാണ്ടിന്റെ ദേഹത്തും സെയിം പാറ്റേണിലുള്ള ബൈറ്റ് മാർക്ക് കണ്ടതോടെ ഡോക്ടർ ലോവൽ ലെവീൻ ഒരു ചോദ്യം പോലീസുകാരോട് ചോദിച്ചു. മേരി ലീ വിൽസന്റെ കില്ലറായ ലീമുവൽ സ്മിത്ത് ഗ്രീൻ ഹെവൻ കറക്ഷണൽ ഫെസിലിറ്റിയിലെ തടവുകാരനാണോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർ ലോവൽ ലെവിന്റെ സംശയം ശരിയാണെന്ന് മനസ്സിലായി. 39 വയസ്സുകാരനായ ലൈംഗിക കുറ്റവാളി ലീമുവൽ സ്മിത്ത് ഗ്രീൻ ഹെവനിലെ തടവുകാരനാണ്. മേരി ലീ വിൽസനെയും മറ്റൊരു സ്ത്രീയെയും കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചതിനെ തുടർന്നാണ് അയാൾ ജയിലിലായത്. ആ 2 സ്ത്രീകളെയും കൊന്നതെങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഡോണയെയും കൊന്നിരിക്കുന്നത്. ഇതോടെ ലീമുവൽ സ്മിത്തിന്റെ ജയിലിലെ പ്രവൃത്തികളെക്കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തി. കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് മാതൃകാ തടവുകാരനായി പേരെടുത്ത ലീമുവൽ സ്മിത്ത് ആത്മീയ മാർഗം സ്വീകരിച്ചതായും അതിനെ തുടർന്ന് ജയിലിൽ മറ്റു തടവുകാർക്ക് ലഭിക്കാത്ത ഫ്രീഡം സ്മിത്തിന് ലഭിച്ചിരുന്നു എന്നുമാണ് പോലീസുകാരുടെ അന്വേഷണത്തിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ആ ജയിൽ കോമ്പൗണ്ടിനകത്ത് എവിടെ വേണമെങ്കിലും ഒരു നിയന്ത്രണവുമില്ലാതെ നടക്കാൻ സ്മിത്തിന് കഴിയുമായിരുന്നു. ഈ അവസരം മുതലെടുത്തായിരിക്കണം സ്മിത്ത് ഈ കൊലപാതകം നടത്തിയത്. എന്നിരുന്നാലും ജയിലിലെ 100ഓളം ജീവനക്കാരുടെ കണ്ണിൽപ്പെടാതെ സ്മിത്ത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി ട്രാഷ് ക്യാനിൽ ഉപേക്ഷിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ അതിനോടകം പ്രിസൺ അതോറിറ്റീസ് ലീമുവൽ സ്മിത്ത് തന്നെയാണ് കില്ലർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ഡോണ ഗ്രീൻ ഹെവനിലെത്തി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ സ്മിത്തുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ഡോണയുടെ ആ ഫ്രണ്ട്ഷിപ്പ് മുതലെടുത്ത സ്മിത്ത് അവളോട് മോശമായി പെരുമാറുകയും അതിനെ തുടർന്നുണ്ടായ തർക്കം കൊലപാതകത്തിൽ അവസാനിച്ചതായിരിക്കുമെന്നുമാണ് പ്രിസൺ അതോറിറ്റീസിന്റെ വാദം. 4 വർഷങ്ങൾക്ക് മുൻപ് ലീമുവൽ സ്മിത്തിനെ പരിശോധിച്ച സൈക്യാട്രിസ്റ്റിന്റെ റിപ്പോർട്ടും അവർ പോലീസുകാർക്ക് കൈമാറി. ഡോക്ടർ സ്വീ ക്ലോപ്പോട്ട് എന്ന സൈക്യാട്രിസ്റ്റിനോട് സ്മിത്ത് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ജയിലിൽ നിന്നും പുറത്തു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പുറത്തു പോയാൽ ഞാൻ വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തും. എന്നെക്കൊണ്ട് അത് നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നെല്ലാമാണ് സ്മിത്ത് പറഞ്ഞത്. ലീമുവൽ സ്മിത്തിൻ്റേത് പാരനോയിഡ് സ്കിറ്റ്സോഫ്രീനിക് വിത്ത് എ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന മാനസിക രോഗമാണെന്നും സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് നൽകിയില്ലെങ്കിൽ സ്മിത്ത് വീണ്ടും കൊലപാതകങ്ങൾ നടത്തുമെന്നും ഡോക്ടർ സ്വീ ക്ലോപ്പോട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ വാർണിംഗ് അവഗണിച്ച ജയിൽ അതോറിറ്റീസ് ലീമുവൽ സ്മിത്തിന് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് നൽകിയില്ല എന്ന് മാത്രമല്ല ജയിലിനകത്ത് അനാവശ്യ ഫ്രീഡം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് വിചിത്രം. കൊലപാതകം നടന്ന ദിവസം ജയിൽ ഓഫീസിൽ ക്ലീനിംഗ് നടത്തിയത് സ്മിത്താണെന്നും കുറെ സമയത്തോളം ഓഫീസിലേക്ക് ആരും കയറി ചെന്നിട്ടില്ല എന്നും വിവരം ലഭിച്ചതോടെ അന്വേഷണ സംഘം ഫോറൻസിക് ടീമിന്റെ സഹായത്തോടെ ഓഫീസ് മുറിയിൽ നിന്നും തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തി. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ജയിൽ ഓഫീസ് റൂമിലെ ഫ്ലോറിൽ ചോരയായിട്ടുള്ളതിന്റെ തെളിവുകൾ ലഭിച്ചു. അതുപോലെ ഒരു സ്ത്രീയുടെ മുടികളും കണ്ടെത്തി. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇതെല്ലാം ഡോണയുടേതാണെന്ന് തെളിഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ ടീം നിരവധി തടവുകാരുടെയും മൊഴിയെടുത്തിരുന്നുവെങ്കിലും അവരാരും സ്മിത്തിനെ കുറ്റപ്പെടുത്തിയില്ല. പകരം ഡോണയോട് വഴക്കുണ്ടാക്കിയ മെയിൽ ഗാർഡിനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതോടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ മെയിൽ ഗാർഡിനെ വീണ്ടും ചോദ്യം ചെയ്തു. ഇത്തവണ പ്രിസൺ ഗാർഡ്സുമായി ഉണ്ടായ തന്റെ കൊക്കൈൻ ഡീൽ ഡോണ എതിർത്തിരുന്നു എന്നും അതിനെ തുടർന്നാണ് ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ടായത് എന്നും ആ മെയിൽ ഗാർഡ് തുറന്നു സമ്മതിച്ചു. കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നും അയാൾ വെളിപ്പെടുത്തി. ഇതേസമയം ഡോണയുടെ ബ്രസ്റ്റിലായിട്ടുള്ള ബൈറ്റ് മാർക്ക് ലീമുവൽ സ്മിത്തിന്റെ തന്നെയാണെന്ന് ഫോറൻസിക് ഓഡന്റോളജിസ്റ്റ് പരിശോധനകൾ നടത്തി തെളിയിച്ചു. മുറിവിന്റെ ആഴം, പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഇവയെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഫോറൻസിക് ഓഡന്റോളജിസ്റ്റ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. ഇതോടെ കില്ലർ ലീമുവൽ സ്മിത്ത് തന്നെയാണെന്ന് ഉറപ്പിച്ച അന്വേഷണ സംഘം കേസ് അന്വേഷണം അവസാനിപ്പിച്ചു. ലീമുവൽ സ്മിത്ത് കുറ്റസമ്മതം നടത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ മോട്ടീവ് വ്യക്തമല്ല. എന്നാൽ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള പോലീസിന്റെ തിയറി ഇപ്രകാരമാണ്: 1981 മെയ് 15 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഡോണ പേയാണ്ടിന് ഫോൺ വന്നതും അവർ അസ്വസ്ഥയായി അവിടെ നിന്നും പോയതും. ഓഫീസ് റൂമിലെ ലാൻഡ് ഫോണിൽ നിന്നുമാണ് ആ കോൾ വന്നത് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ലീമുവൽ സ്മിത്ത് ഓഫീസ് റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓഫീസ് റൂമിലെ ഫോണിൽ നിന്നും ജയിലിലെ തന്നെ മറ്റൊരു ഫോണിലേക്ക് വിളിച്ച സ്മിത്ത് ഡോണയോട് മോശമായതെന്തോ പറഞ്ഞിട്ടുണ്ട്.
അതിൽ അസ്വസ്ഥയായ ഡോണ സ്മിത്തിനോട് അതേക്കുറിച്ച് ചോദിക്കാനായി ഓഫീസ് റൂമിലെത്തി. ഇതേ തുടർന്ന് ഇരുവർക്കുമിടയിൽ വാക്കേറ്റമുണ്ടായി. ദേഷ്യം വന്ന ലീമോൽ സ്മിത്ത് ഡോണയെ അടിച്ചു പരിക്കേൽപ്പിക്കുകയും ആ ഓഫീസ് റൂമിൽ വെച്ച് തന്നെ അവരെ പീഡിപ്പിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം ഡെഡ് ബോഡി ഗാർബേജ് ബാഗിലാക്കി ഓഫീസിന് പുറത്തുള്ള ട്രാഷ് ക്യാനിലിട്ടു. അതിനുശേഷം ഓഫീസ് റൂമിലെ ഫ്ലോറിലായിട്ടുള്ള ചോരയെല്ലാം കഴുകി വൃത്തിയാക്കുകയും ഒന്നും അറിയാത്തതുപോലെ സെല്ലിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ജയിലിലേക്ക് എത്തിയ ഗാർബേജ് ട്രക്ക് വേസ്റ്റുകളോടൊപ്പം ഡോണയുടെ ഡെഡ് ബോഡിയും കൊണ്ടുപോയി. മെഷീൻസ് ഉപയോഗിച്ചാണ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡെഡ് ബോഡി ആരും കണ്ടതുമില്ല. ഇതാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള പോലീസിന്റെ തിയറി. എന്നാൽ താൻ നിരപരാധിയാണെന്നുള്ള വാദത്തിൽ ലീമോൽ സ്മിത്ത് ഉറച്ചു നിന്നു. പ്രിസൺ ഗാർഡ്സ് നടത്തിയ കൊലപാതകം എന്റെ തലയിൽ കെട്ടിവെച്ചതാണ് എന്നാണ് ലീമോൽ സ്മിത്ത് പറയുന്നത്. എനിക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടും സമാനമായ രീതിയിൽ മറ്റു കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതുകൊണ്ടും ഈ കൊലപാതകത്തിൽ എന്നെ ഫ്രെയിം ചെയ്യാൻ എളുപ്പമാണ് എന്നും സ്മിത്ത് പറയുന്നു. എന്നാൽ ഡോണയുടെ ബ്രസ്റ്റിൽ കാണപ്പെട്ട ബൈറ്റ് മാർക്കിനെ കുറിച്ച് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ ലീമോൽ സ്മിത്തിനായില്ല. ഈ ഒരൊറ്റ തെളിവിന്റെ പുറത്താണ് സ്മിത്താണ് കില്ലറെന്ന് പോലീസ് ഉറപ്പിച്ചത്. സ്മിത്തിനെ പ്രതിയാക്കി കാണിച്ച് ജയിൽ അതോറിറ്റീസിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ഡോണ പേയാണ്ടിന്റെ ഫാമിലി മെമ്പേഴ്സിൽ ആരും ലീമോൽ സ്മിത്താണ് കില്ലറെന്ന് വിശ്വസിച്ചിരുന്നില്ല. നീണ്ട നാളത്തെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം 1983 ഈ കേസിലെ വിചാരണ ആരംഭിച്ചത്. ഒടുവിൽ ലീമോൽ സ്മിത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാൾക്ക് വധശിക്ഷയാണ് വിധിച്ചതെങ്കിലും പിന്നീട് ഇത് ജീവപര്യന്തമാക്കി കുറച്ചു. ജീവിതാവസാനം വരെ ഇനി ലീമോൽ സ്മിത്ത് ജയിൽ മോചിതനാവില്ല. ഒരുപക്ഷെ കില്ലർ ലീമോൽ സ്മിത്ത് തന്നെയായിരിക്കാം. എന്നിരുന്നാലും ജയിൽ ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർ തന്നെയായിരിക്കും ഈ കൊലപാതകത്തിനായി സ്മിത്തിനെ നിയോഗിച്ചത്. ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തു പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.